നിങ്ങൾ എറണാകുളം ജില്ലയിൽ വല്ലം, കൂവപ്പടി, കോടനാട് ഭാഗത്ത് അല്പം സ്ഥലത്തോടു കൂടി ഒരു വീടാണ് അന്വേഷിക്കുന്നതെങ്കിൽ, വീടിൻ്റെ പഴക്കം പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീടും തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. MC റോഡിൽ നിന്നും 4 കിലോമീറ്റർ മാറി വല്ലം കോടനാട് മെയിൻ റോഡിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം മാറി 10.5 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ വടക്കോട്ട് ദർശനം വരുന്ന 17 വർഷം പഴക്കമുള്ള ഈ 4 BHK വീട് സ്ഥിതി ചെയ്യുന്നത് കൂവപ്പടിയിലാണ്. വീടിൻ്റെ മുറ്റത്ത് ഒരേ സമയം ഒന്നിലധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സാധിക്കും. കിണർവെള്ള സൗകര്യമുണ്ട്. വീടിന് 4 ബെഡ്റൂമുകളാണ്. അതിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡും ഒരു കോമൺ ബാത്റൂമാണുള്ളത്. വീടിൻ്റെ 1/2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ തന്നെ സ്കൂളുകളും ഷോപ്പുകളും ഹിന്ദു ക്രിസ്ത്യ ദേവാലയങ്ങളും എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ അത്യാവശ്യം കൃഷിയെല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് വേണ്ടത്ര സ്ഥലവുമുണ്ട്. സിറ്റ് ഔട്ട്, ലിവിംഗ് ആൻഡ് ഡൈനിങ് ഏരിയ, കിച്ചൺ, വർക്ക് ഏരിയ, ഒരു കോമൺ ബാത്റൂം, ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ 4 ബെഡ്റൂമുകളുള്ള കൂവപ്പടി കോടനാട് മെയിൻ റോഡിൽ നിന്നും വെറും 250 മീറ്റർ മാത്രം മാറി 10.5 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉടമസ്ഥൻ ചോദിക്കുന്ന പ്രൈസ് 42 ലക്ഷം രൂപയാണ്. ഈ തുക നെഗോഷ്യബിളുമാണ്. ലോണും അവൈലബിൾ ആണ്. MC റോഡിൽ നിന്നും 4 കിലോമീറ്റർ മാറി ബസ് സ്റ്റോപ്പിലേക്ക് 250 മീറ്റർ മാത്രം ദൂരം വരുന്ന ഈ വീട്ടിൽ നിന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 17 കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററും കാലടി ശ്രീശങ്കര കോളേജിലേക്ക് 11 കിലോമീറ്ററും കുറുപ്പമ്പടിക്ക് 8.5 കിലോമീറ്ററും പെരുമ്പാവൂർക്ക് 6.5 കിലോമീറ്ററും മലയാറ്റൂർക്ക് 4 കിലോമീറ്ററും നിലവിൽ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ കോളേജിലേക്ക് 2.5 കിലോമീറ്ററും കൂവപ്പടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിലേക്ക് 2 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്ന് ദൂരം വരുന്നത്. യാത്രാ സൗകര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഈ വീട് നിങ്ങൾക്ക് യോജിച്ചതാണെങ്കിൽ ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ എൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക. ഇതുപോലെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങിക്കാനും വിൽക്കാനും ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കല്ലേ. താങ്ക്